ഇനി നമ്മുടെ ഒരു പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമായിരിക്കാണ്. ഇന്ന് ഇവിടെ ഒരു ഡാൻസർ ആണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് റെക്കോർഡുകളൊക്കെ സ്വന്തമായിട്ട് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഉള്ളൊരു മിടുക്കിയാണ്. അപ്പോൾ ഡാൻസിന്റെ വിശേഷവും റെക്കോർഡ്സിന്റെ വിശേഷവും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനും ഉണ്ട്. അപ്പോൾ വിളിക്കാം അല്ലേ? യെസ്. സോ ലെറ്റ്സ് വെൽക്കം അഭിനയ ബൈജു. അപ്പൊ അഭിനയ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. നമുക്ക് അഭിനയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ അമൃത TV ഫാമിലിയിലെ സ്വന്തം ആളാണ് ഇവിടുത്തെ ക്യാമറമാൻ ബൈജു ചേട്ടൻ. അദ്ദേഹത്തിന്റെ മകളാണ്. എപ്പോഴും എന്റെ മുന്നിലിരിക്കാറുണ്ട്. ഇന്ന് അച്ഛനായിട്ട് സൈഡിലിരിക്കുകയാണ്. ഈ ഒത്തിരി റെക്കോർഡുകൾ സ്വന്തമായിട്ടുള്ള ഒരു ആളാണ് ഈ വന്നിരിക്കുന്നത്. അല്ലാണ്ട് നമ്മളെ പോലെ സ്വന്തമായിട്ട് ഒരു റെക്കോർഡും ഇല്ലാത്ത ആളല്ല. ഏതൊക്കെ റെക്കോർഡാണ്? ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് യൂണിയൻ. 3 റെക്കോർഡുകൾ സ്വന്തമായിട്ടുണ്ട്. 14. ഓ മൈ ഗോഡ്. ഈ അതായത് ഈ റെക്കോർഡുകൾ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ആയിരിക്കുമല്ലോ ചെയ്യേണ്ടത്. എന്താണ് ചെയ്തത് ഈ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട്? ആദ്യം മീഡിയ സിറ്റി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഇത് ആദ്യം സംഘടിപ്പിച്ചത്. ഓക്കെ. ഓൺലൈനിലൂടെയായിരുന്നു മത്സരം. അപ്പോൾ അമ്മയാണ് ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതില് ചേർന്ന് നോക്കാം. അപ്പൊ അവര് സിംഗിൾ കൊറിയോഗ്രാഫി അയച്ചു തരും വിത്ത് മ്യൂസിക്. അയച്ചു തന്നിട്ട് ഇത് പഠിച്ചെടുത്ത് ഒറ്റ ടേക്കിൽ തന്നെ ഈ ഡാൻസ് കളിച്ച് നമ്മൾ അതിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. അത് ആ വീഡിയോ നോക്കിയിട്ടാണ് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ക്ലാസിക്കലായിരുന്നു? അതെയോ? ക്ലാസിക്കലായിരുന്നു. ഓക്കെ, എന്തായാലും അടിപൊളി. ഈ എന്താ പറയാ, ഡാൻസ് എത്ര വർഷമായിട്ട് പഠിക്കുന്നു ഇപ്പം? ഏത് ക്ലാസ്സിലാണ് കൊണ്ടുപോയി ചേർത്തത്? LKG കൊണ്ടുപോയി ചേർത്താണ്. അപ്പൊ ഈ LKG പഠിക്കുമ്പോൾ ഇങ്ങനെ അരമണ്ടലിൽ ഇരിക്കാനും അതൊക്കെ പറയുമ്പോൾ മുട്ടുവേദന എന്ന് പറഞ്ഞ് എനിക്ക് ഇനി ഡാൻസ് പഠിക്കണ്ട അങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അമ്മ? അങ്ങനെ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ടോ അമ്മ? ഇല്ല, അങ്ങനെ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. ശരി, എന്തായാലും ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സ് സ്വന്തമായിട്ടുണ്ട്. അത് ജീവിതത്തിൽ മുഴുവനും ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അഭിനയിക്കുന്നുണ്ടാവും. ഇനിയും ഒരുപാട് അവസരങ്ങളും അല്ലെങ്കിൽ അവാർഡ്സും ഒക്കെ കിട്ടട്ടെ. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ലീവ് എടുത്തു? ലീവല്ല, ഇന്ന് ചെറിയൊരു പ്രൊമോഷൻ. മോള് പെർഫോം ചെയ്യണം, അച്ഛൻ ഇവിടെ. അത് അച്ഛൻ അവിടെ ഇരിക്കണമല്ലോ. അതെ, അങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ മര്യാദയ്ക്ക് വന്നോളാം ഇവിടെ കേട്ടോ. പറയൂ, ആ പേര് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. ബൈജു ചേട്ടനാണ്, ഇവിടുത്തെ DOP ആണ്, അതൊക്കെ പറഞ്ഞു. ഇനി മോളെ കുറിച്ചിട്ട് അതായത് പറയൂ, അച്ഛൻ എന്ന നിലയിൽ മോളുടെ ഈ പെർഫോമൻസുകൾ 100 സ്റ്റേജുകൾ പിന്നിട്ട് കഴിഞ്ഞു. 100 അതിന് മേലെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 4 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം ഈ ഡാൻസിനോടുള്ള ഒരു പാഷൻ കൂടിയപ്പോഴത്തേക്കും അത് പതിയെ സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ നല്ലോണം പഠിക്കും, മടിയൊന്നുമില്ല. ഡാൻസ് ഭയങ്കര പാഷനാണ്. എപ്പോൾ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും, യാതൊരു മടിയില്ല. എപ്പോൾ വേണേലും 24 hours ചെയ്യാൻ പറഞ്ഞാലും ചെയ്തോളും. ശരി. ഇനി അമ്മ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ അഭിനയുടെ അമ്മ ബൈജു ചേട്ടന്റെ പ്രിയതമ്മയാണ്. പേര് പറയൂ. ദീപ്തി. അപ്പൊ പറയൂ, വീട്ടിലുള്ള അതായത് ഡാൻസും പഠനവും അതൊന്നും അല്ലാണ്ട് വീട്ടിലെ ഒരു അഭിനയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കുഞ്ഞിലെ മുതൽ ഇപ്പൊ ഇത്രയും നാളും എങ്ങനത്തെ ഒരു സ്വഭാവമാണ് അഭിനയിക്കുള്ളത്? ആള് നല്ല പാവമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഡാൻസും പാട്ടും അത് മാത്രമല്ല, നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും. അത് ശരി, പടം നന്നായിട്ട് വരയ്ക്കും. ഓ, അത് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, നോക്കിയൊക്കെയാണ് കൂടുതൽ വരയ്ക്കുന്നത്. അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? അഭിനയിക്കാൻ ഇഷ്ടമുണ്ട്. അവള് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സീരിയൽ ചെയ്തിരുന്നു, സൂര്യ TV കളിവീട്, അതില് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ ഇതിനൊക്കെ അമ്മ ഭയങ്കര സപ്പോർട്ടാണല്ലേ? എനിക്ക് അമ്മയുടെ ആ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നതില്. അടിപൊളി. ഇനി ഇതാണ് തൊട്ടടുത്തിരിക്കുന്നത് അനീത്തിയാണോ? അഭിനയുടെ അനീത്തിയുടെ പേരെന്താ? അനാമിക. എന്താ അനാമികയുടെ മീനിങ് എന്താ അറിയോ? അനാമികയുടെ മീനിങ് അറിയോ? ബ്യൂട്ടി ഗേൾ നോ ഹാവ് നെയിം. ബ്യൂട്ടി ഗേൾ നോ ഹാവ് നെയിം. അതെ, അനാമികയുടെ പേരിൽ നാമമില്ലാത്തവൾ. എന്നോട് പറഞ്ഞില്ലേ കൊറേ പേരുണ്ടല്ലോ, അത് ഞാൻ ലാസ്റ്റ് ആലോചിച്ചു എന്റെ പേര് അനാമിക എന്നാക്കിയാലോ. അങ്ങനെയാണെങ്കിൽ നാമമേ ഇല്ല ഒരു പേരിന്. ഐ ലവ് ദാറ്റ് നെയിം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പേര് ഇഷ്ടമാണ്. ഈ ആളെയും ഇഷ്ടപ്പെട്ടു എന്നാണ് ചേച്ചി പറയുന്നത്. നല്ല പേരല്ലേ? ഇഷ്ടമുള്ള പേരല്ലേ?
എന്താ വീട്ടിലെല്ലാരും വിളിക്കുന്നത് അനുന്നോ? അച്ചു. അച്ചു. അച്ചു എന്നാണ് വിളിക്കുക. ഏത് ക്ലാസ്സിൽ അച്ചു? 5th. 5th. ഓക്കെ.